LG 21 ഇഞ്ച് സെമി ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ ഇല്ല, അതാണ് കംപ്ലയിൻറ്റ്. പവർ ലീഡ് ചെയ്ത് കത്തി നിൽപ്പുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നോർമലാണ്, അത് ഹെച്ചൗട്ടിലേക്കൊക്കെ കറക്റ്റായിട്ട് എത്തുന്നുമുണ്ട്. ഡ്രൈവർ വോൾട്ടേജൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാരണങ്ങൾ വരും ഈ ഓസിലേഷൻ ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നല്ല പാടുണ്ട്. ചില ടി വികൾ ഇത്തിരി പാടായിട്ട് കിട്ടും, ചിലത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഇതിൽ മെമ്മറി ഐ സി മാറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ടും ഓസിലേഷൻ വന്നിട്ടില്ല. അപ്പോൾ അവസാനത്തെ മെയിൻ ഐ സി ഞാൻ ഊരിയെടുത്തു. കൂടുതലും മെയിൻ ഐ സി ആണ് ഇതിൽ കംപ്ലൈൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ സെയിം ബോർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലൊന്ന് ഊരിയ മെയിൻ ഐ സിയാണ്. ഇനി ഇത് ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കണം. ഓക്കെ, മെയിൻ ഐ സിയിലും ബോർഡിലും ഒരു മാർക്കിംഗ് ഉണ്ട്, ഒരു വൈറ്റ് മാർക്കിങ്. അപ്പോൾ വൈറ്റ് മാർക്കിങ് നേരെ ഈ ഐ സി ഇടാവും. അഥവാ തിരിഞ്ഞു വല്ലതും പോയി പിന്നെ സോൾഡർ ചെയ്ത് വെച്ചതിന് ശേഷമാണെങ്കിൽ പിന്നെ എല്ലാം കൂടെ വലിച്ചൂരിയൊക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്രിൻറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമേ നല്ല ശ്രദ്ധിച്ച് വേണം നോക്കിയിടാം. ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് ഐ സി ഇട്ടിട്ടുണ്ട്, നല്ലോണം ക്ലീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടി വി പവർ ഓൺ ചെയ്ത് നോക്കാം, ഓസിലേഷൻ വന്നിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ഓസിലേഷൻ എല്ലാം വന്നിട്ടുണ്ട്, സ്ക്രീനും വന്നിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലയിൻസ് എല്ലാം മാറി.